അതിശക്തമായ മലവെള്ളപ്പാച്ചിലിൽ വിഷജന്തുക്കളും ഒലിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണാൻ ഇടയായത്. നമുക്കറിയാം, അതിശക്തമായ ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും മുണ്ടക്കയും ചൂരൽമലയും അടങ്ങുന്ന ഒരു പ്രദേശം തന്നെ ഒലിച്ചു പോകുകയും കേരള മനസ്സുകൾ, മലയാളികൾ നെടുങ്ങിയ ഒരു ദുരന്തം, ഇന്നേ വരെ കാണാത്ത ഒരു ദുരന്തം മുണ്ടക്കയിൽ ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ വിഷമത്തിലും പ്രയാസത്തിലും മലയാളി നിൽക്കുമ്പോഴും നമുക്കുള്ള ഒരു സന്തോഷമെന്ന് പറയുന്നത്, നമുക്ക് കുറച്ചെങ്കിലും ആശ്വസിക്കുവാനുള്ള ഒരു വകയെന്ന് പറയുന്നത്, മലയാളി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിടെ പൊരുതുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മലയാളി മാത്രമല്ല, കേരളക്കരയിലെ ആളുകൾ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്ന് വരെ സ്വന്തം വണ്ടി ഓടിച്ച് വന്നവരും സന്നദ്ധ സംഘടനകൾ വരെ നമുക്ക് ആ ദുരന്ത ഭൂമിയിൽ കാണാൻ കഴിയുന്നു. മലയാളി ഒരുപക്ഷെ രാഷ്ട്രീയപരമായും സംഘടനാപരമായും വേർതിരിവുണ്ടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിലും ഇന്നലെ വരെ പ്രശ്നങ്ങളുള്ളവർ വരെ ഒരു മൃതദേഹത്തിന്റെ അങ്ങേയറ്റം DYFIക്കാരനും ഇപ്പുറത്ത് മുസ്ലിം ലീഗുകാരനും ഒരുപക്ഷെ അപ്പുറത്ത് SYSകാരനും അങ്ങനെയുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ, സാന്ത്വനം വളണ്ടിയേഴ്സും മറ്റുമൊക്കെ ചെയ്യുന്നതിനിടക്ക് നമുക്കറിയാം, ഒരു വിഷം ചീറ്റുന്ന ഒരു ജന്തു ഈ ഒരു യൂട്യൂബ് ചാനലിൽ വന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന് വിഷം ചീറ്റുന്ന ഒരു രംഗം വളരെ മോശമായി പോയി എന്നല്ലാതെ, അത് കണ്ടപ്പോൾ ഈ സാധനത്തിന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വരെ ചിന്തിച്ചു പോയി. എങ്ങനെയാണ് ഇത്തരത്തിൽ ഉള്ള ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ വിഷം ചീറ്റാൻ പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാം പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വിഷം ചീറ്റൽ ഒന്ന് കേൾക്കാം. ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി. ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ TV കാണാമല്ലോ. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, എന്തൊക്കെയോ ഉണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറേ എണ്ണം. ഇത് കൂടാതെ DYFI, SDP കണ്ടു. ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം. ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്ക്കുള്ള മേഖലയാണ്. ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ്, ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ. നമ്മളോർക്കും ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിൻ്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ. അല്ല, ഇപ്പം നമ്മൾ കണ്ടു ഈ ബോഡി എടുത്ത് മോർച്ചറി എടുത്ത് ആംബുലൻസിൽ കയറ്റുന്നു. മലയാളി ഒരേ മനസ്സോടുകൂടി മുണ്ടക്കയത്തും ചൂരൽമലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ നാം വളരെ ചുരുങ്ങിയത് കാണുന്ന ഒരു വിഷജന്തുക്കളെയാണ് ഇവിടെ നിങ്ങൾ കണ്ടത്. ഈ സാധനത്തിനൊക്കെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ. ഇതൊക്കെ ഈ ഒരു കാലാവസ്ഥക്ക് അനുയോജ്യമായതാണോ? സംഘടനാ വൈരാഗ്യമോ രാഷ്ട്രീയപരമായ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ, ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി, രാഹുൽ ഗാന്ധിയുടെ ജീവിതം തന്നെ ഒരു പക്ഷേ ഈ ഫാസിസ്റ്റ് ശക്തികളെയും BJPയും ഒക്കെ എതിർക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ വിഷയത്തിൽ ഞാൻ പൊളിറ്റിക്സ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളുടെ ഓരോ വാക്ക് പോലും ഇവിടെയുള്ള ദുരന്ത ഭൂമിയിൽ ദുരന്തം അനുഭവിക്കുന്ന പാവപ്പെട്ട മണ്ണിനുള്ളിൽ കുടുങ്ങിയ ഈ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സഹായം അവരിൽ നിന്ന് ലഭിക്കുമെങ്കിൽ അത് കുറഞ്ഞു പോകരുത് എന്ന് കരുതിയാണ് ഓരോ രാഷ്ട്രീയ നേതാക്കളും ബുദ്ധിജീവികളും ഒരു രാഷ്ട്രീയം ഇതിൽ കൊണ്ടുവരാൻ, സംഘടനാ വൈരാഗ്യം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നിൽക്കുന്ന ഒരു ദുരന്തമുഖത്ത് ഈ മലയാളി ഒന്നടങ്കം പൊരുതുമ്പോൾ ഈ സാധനം സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് അവന്റെ റൂമിലിരുന്ന് ക്യാമറയും ഓണാക്കി അങ്ങനെ പറഞ്ഞു ചിരിക്കുക തന്നെ. ഒരു ടീഷർട്ട് ഇട്ട് സേഫ് സോണിൽ നിന്ന് പോലും ഇദ്ദേഹം അവിടെ പോയിട്ടുണ്ടോ? സേഫ് സോൺ മനസ്സിലാക്കുവാൻ ഇദ്ദേഹം അവിടെ പോയിട്ടുണ്ടോ? സേഫ് സോണിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരെനിക്കറിയില്ല. ഈ വിഷജന്തുവെ ഈ ഇത്രയും ആളുകൾ താമസിച്ചിരുന്നത് ഒരു ദിവസം കൊണ്ടാണ് എല്ലാം ഒലിച്ചുപോയത്. അവരും മനസ്സിലാക്കിയിരുന്നു സേഫ് സോൺ ആണെന്ന്. നമുക്ക് ഈ സന്നദ്ധ സംഘടനകളുടെ പല ചാനലുകളും അവരെ ബന്ധപ്പെടുന്ന സമയത്ത് അവർ പറയുന്നത്, ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ഒരുപക്ഷെ പൊട്ടാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ ഇതൊക്കെ എടുത്ത് ഈ ജീവനുള്ളവരെയും അതുപോലെ ഈ ജീവനില്ലാത്ത ശരീരങ്ങളെയൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് വേഗം പോകുകയാണ്. അവരും ശ്രദ്ധയോടുകൂടിയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. വീണ്ടും അവർ ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്കറിയാമോ, മേപ്പാടിയിൽ നിന്ന് ഈ റോഡ് വഴി ഒരൊറ്റ റോഡേ ഈ ചൂരൽമലയിലേക്ക് പോകാനുള്ളൂവെങ്കിൽ ആ വഴിയിലേക്ക് കടത്തിവിടുമ്പോൾ തന്നെ പോലീസ് സ്കാൻ ചെയ്യുന്നുണ്ട് ആരാണ് പോകുന്നത്, ഇവർ പോയത് കൊണ്ട് അവിടെ വല്ല ഉപയോഗവും ഉണ്ടോ, കാര്യമുണ്ടോ എന്നൊക്കെ പരിശോധിച്ചാണ് അങ്ങോട്ട് വിടുന്നത്. വീണ്ടും അപ്പുറത്തുനിന്ന് ചെക്ക് ചെയ്യുന്നു. ആരെങ്കിലും ഒക്കെ കടത്തിവിടാൻ, ഈ ദുരന്ത ഭൂമിയിലേക്ക് ആരെങ്കിലും കടത്തിവിടാൻ ഈ വിഷജന്തുവിനെ പോലെ ബുദ്ധിയില്ലാത്തവരല്ല കേരളത്തിലെ നിയമപാലകരും പോലീസും ഒന്നും.
സൈന്യം വരെ ഞെട്ടി നിൽക്കുകയാണ് കേരളം. ആ സൈന്യം പല ഇത്തരം ദുരന്ത ഭൂമികൾ കണ്ട ഇന്ത്യൻ ആർമി ഈ കേരളത്തിലെ ഈ ദുരന്തമുഖത്ത് നിന്ന് കേരള മനസ്സുകൾ, കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം വളരെ വളരെ ഊർജ്ജസ്വലരായി ഒരേ മനസ്സോടുകൂടെ പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ട് അവർ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എവിടെ നിന്നില്ലാതെ കേരളത്തിൽ നിന്ന് പല സംഘടനകൾ, SKSSFിന്റെയും SYSന്റെ സ്വാതന്ത്ര്യ വളണ്ടിയേഴ്സും മുസ്ലിം ലീഗിന്റെ വളണ്ടിയേഴ്സും അതുപോലെ വൈറ്റ് ഗാർഡ് അങ്ങനെ തുടങ്ങി കളറ് നോക്കാതെ ഒരേ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ചളിയിൽ നിന്ന് ജോലി ചെയ്യുന്നത് വളരെ എളുപ്പമാണെന്ന് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ഈ സാധനത്തിന് മനസ്സിലാവണമെങ്കിൽ ഒരു ദിവസമെങ്കിലും ഈ ചളിയിലേക്ക് ഇറങ്ങി ഒന്ന് നോക്കണം. അത്യാവശ്യം സ്വന്തം വീടിന്റെ മുറ്റത്തുള്ള ചളിയിലെങ്കിലും ഒന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ തലയിലുള്ള ചളിയിൽ കയറിയിരിക്കാൻ പറ്റുമെങ്കിൽ അതെങ്കിലും ചെയ്യും. തലയിൽ ചളിയാണ് ഈ സാധനത്തിൻ്റെയൊക്കെ. എന്താണ് ഇതിനെയൊക്കെ പറയുക? നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ വളരെ സന്തോഷം ഉളവാക്കുന്ന ഒരു കമന്റ് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി, വൈറലായിക്കൊണ്ടിരിക്കുന്നു. അവിടെ ദുരന്തഭൂമിയിൽ ജീവനോടെ ബാക്കിയായ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ എൻ്റെ ഭാര്യ തയ്യാറാണ് എന്ന്. അതിനടിയിലും കൊണ്ടുപോയി ഒരു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിഷ കമന്റ് ഇട്ടുകൊണ്ട് ഈ സംഗീ ടീം വന്നു. എന്തൊരു നിവൃത്തികേടാണ് ഈ സാധനങ്ങൾ കൊണ്ട്. ഇവരെ നിയന്ത്രിക്കുവാൻ ഇവിടെ നിയമങ്ങളില്ലേ? ഇവരെ നിയന്ത്രിക്കുവാൻ ഇവിടെ നിയമപാലകരില്ലേ? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ വീണ്ടും വീണ്ടും ധൈര്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. എത്രയായാലും ഈ ദുരന്തവും ഇത്തരം വിഷജന്തുക്കൾ എത്ര തന്നെ സോഷ്യൽ മീഡിയയിൽ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വന്നു കഴിഞ്ഞാലും ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. അതാണ് കേരളം, അതാണ് മലയാളി, അതാണ് നമ്മുടെ ഒത്തൊരുമയുള്ള മനസ്സ്. തൽക്കാലം വിടാം, നമുക്ക് വീണ്ടും കാണാം.